നമസ്കാരം. ഇലകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 ഇലകളുടെ ചിത്രമാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം തുളസി ഇലയുടെ ചിത്രമാണ്. രണ്ടാമത്തേതായ ഇല കൂവള ഇലയാണ്. ഇതിൽ നിങ്ങൾ ഒരു ഇല തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ ചിത്രമായ തുളസിയിലെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വലിയ രീതിയിലുള്ള അഗ്നിപരീക്ഷകളോ സാമ്പത്തിക പ്രയാസങ്ങളോ നിങ്ങൾക്കുണ്ട്. പണം കയ്യിൽ വരുന്നില്ല എന്നതല്ല പ്രശ്നം. വന്നു ചേരുന്ന പണം പല വഴികളിലൂടെയും ചെലവായി പോകുന്നു എന്നത് വാസ്തവമാണ്. കൈകളിലേക്ക് പണം വന്നു ചേർന്നാൽ പല വഴികളിലൂടെയും ചെലവായി പോകുന്നു. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം എന്നും, കടം വാങ്ങിയിട്ടുള്ളതായ പണമാണ് എങ്കിൽ പോലും അത് തിരികെ കൊടുക്കണം എന്നും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പണം ലഭിക്കുമോ? ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്നു ചേർന്നിരിക്കുന്ന പണം കയ്യിൽ നിൽക്കുമോ എന്ന സംശയമുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയുണ്ട്. അത്തരം കാര്യങ്ങൾ ക്രമേണ നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ശത്രുശല്യം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. ആ ശത്രുക്കളുടെ വായടയ്ക്കുവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവാനുഗ്രഹം കൊണ്ട് സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും നിങ്ങൾ പ്രവേശിക്കാം. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും അനുകൂലമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം വന്നു ചേരാം. നിങ്ങളെ പലരും പുച്ഛിക്കുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. അത്തരത്തിൽ പുച്ഛിച്ചവരുടെ മുൻപിൽ പോലും നിങ്ങൾക്ക് തിളങ്ങുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ തലയുയർത്തി ജീവിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അപ്രതീക്ഷിതമായി തന്നെ നേട്ടങ്ങൾക്കുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. എന്നാൽ നിർഭാഗ്യം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് മാറ്റണം എന്ന് അതിയായി ആഗ്രഹമുണ്ട്. പല കാര്യങ്ങളിലും പല അനുഭവങ്ങളും നിങ്ങൾക്കത് സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യമാണ് എന്ന് പറയാം. ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. കാരണം പല കാര്യങ്ങളും അപ്രകാരമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ നടക്കും എന്ന് വിചാരിക്കും, എന്നാൽ നടക്കാത്തതായ സാഹചര്യം. പലരും പലവിധ പ്രതീക്ഷകൾ നൽകിയാലും നടക്കാത്തതായ സാഹചര്യം. വിദേശം, വീട് പണി, ജോലി, ഇത്തരത്തിൽ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ കല്യാണമാണ് എങ്കിലും അവസാന നിമിഷം എവിടെ നിന്നെങ്കിലും തടസ്സങ്ങൾ വന്ന് ചേരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. കയ്യെത്തും ദൂരത്ത് പോലും പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഇപ്രകാരം എനിക്ക് സംഭവിക്കുന്നത്? ഇനി അഥവാ ഏതെങ്കിലും ദോഷം ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യമാണ് ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല രാത്രികളും കരഞ്ഞ് അത്രമേൽ ചിന്തിച്ചിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. മറ്റുള്ളവർ പോലും വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ തരണം ചെയ്യുന്നതായ കാര്യങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് 10 ഇരട്ടി കഷ്ടപ്പെടേണ്ടതായ സാഹചര്യം. അതായത് ചെറിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ അത്രമേൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ മനസ്സ് വല്ലാതെ ദുഃഖിതമാണ്. എന്നാൽ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ 6 ദിവസങ്ങൾക്കുള്ളിൽ അനുകൂലമായ ചില കാര്യങ്ങൾ, ആഗ്രഹിച്ചതായ കാര്യം, അത് വിദേശമാകാം, വാഹനമാകാം, വീടിന്റെ കാര്യം, പഠനം,
ഇത്തരത്തിൽ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു യാത്രയാകാം. അത്തരത്തിൽ വിചാരിച്ച പോലെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അടഞ്ഞതായ വഴികൾ ഓരോന്നായി നിങ്ങൾക്ക് മുൻപിൽ തുറന്നു ലഭിക്കുന്നതായ സാഹചര്യം പോലും വന്നു ചേരാം. ചില വ്യക്തികൾ നിങ്ങളെ വിശ്വസിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അവർ പോലും നിങ്ങൾക്ക് മേൽ വളരെയധികം വിശ്വാസം പ്രകടിപ്പിക്കുന്നതായ സാഹചര്യം വന്ന് ചേരാവുന്നതാണ്. അവർ പോലും വിശ്വസിച്ച് തുടങ്ങുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഈ സമയം മനസ്സിന്റെ അവസ്ഥ നിങ്ങൾക്ക് അനുകൂലമാകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, വിഷമങ്ങൾ വീണ്ടും മനസ്സിലേക്ക് കടന്നു വന്ന് വിഷമിക്കുന്നു എങ്കിൽ അതിലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകാം. സ്വസ്ഥമായി ഇരിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. പലപ്പോഴായി ഓരോ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. ആങ്സൈറ്റി പോലും വളരെയധികം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഇതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന ദിവസത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളിലും പേടി പിന്തുടരുന്നു എങ്കിൽ ആ പേടി നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അടുത്ത മാസത്തിനുള്ളിൽ തന്നെ മാനസിക വിഷമതകൾക്ക് ഒരു പരിഹാരം, മോചനം ലഭിക്കാം. മനസ്സ് തെളിയുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഈ സമയം അന്ധകാരം അകന്ന് വെളിച്ചം, പ്രകാശം നിങ്ങളിലേക്ക് വന്നു ചേരും. സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ പോലും പരിഹരിക്കുന്നതിനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ വന്നു ചേരാം. സ്വന്തം സഹായം, അതായത് പലരും നിങ്ങളിൽ നിന്നും സഹായം സ്വീകരിച്ച് സഹായിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യ സമയത്ത് പലരിൽ നിന്നും പിന്തുണ ലഭിക്കാത്തതായ സാഹചര്യങ്ങളിൽ പോലും മാറ്റങ്ങൾ വന്നു ചേരാം. ചില വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ ലഭിച്ചു എന്ന് പോലും വരാം. ഈ സമയം ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ഇലയായ കുവളയിലയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. പ്രധാനമായും ചില വിഷമതകൾ അനുഭവിച്ചു പോരുന്ന സമയമാണ് എന്ന് പറയാം. പണം കൈകളിൽ വന്ന് ചേരുന്നു എങ്കിലും അത് നിൽക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിന് അനുസരിച്ചുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ്. പലരും നിങ്ങളെ ഒരു ചവിട്ടുപടിയായി ഉപയോഗിക്കുന്നതായ സാഹചര്യം, പരാതിയുണ്ട്. എന്നാൽ ആരോട് പറയണം എന്നില്ല. പലപ്പോഴും മറ്റുള്ളവർക്ക് താങ്ങായി നിങ്ങൾ നിൽക്കുന്നതായ സാഹചര്യം, അതായത് മറ്റുള്ളവരുടെ ഭാരം കൂടി നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഇതാരോടും പരാതി പറയാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് വാസ്തവം. ഈ സ്വഭാവം കാരണം ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഒരു ദേഷ്യം തോന്നാറുണ്ട് എന്നതും വാസ്തവമാണ്. പലപ്പോഴും സ്വയം വിമർശിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. ഒരിക്കലും നശിച്ചു പോകുന്ന വ്യക്തികളല്ല നിങ്ങൾ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങളെ തളർത്തുന്നു എങ്കിലും നിങ്ങൾക്കൊരു മാറ്റം അനുഭവഭേദ്യമാകും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ തീർച്ചയായും ചില കാര്യങ്ങൾ മാറി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ സ്വയം നിങ്ങളെ പാകപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സുരക്ഷിതമായ ഒരു ജീവിതം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായി വലിയൊരു മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. വാഹനം, വീട് അല്ലെങ്കിൽ ബാധ്യതകളുണ്ട് എങ്കിൽ അത് തീർക്കുവാനും സ്വസ്ഥമായി ഉറങ്ങുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഭാവിയിൽ മാസങ്ങൾക്കിപ്പുറം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുച്ഛിച്ചവരും മാറ്റി നിർത്തിയവരും പോലും നിങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതായ സാഹചര്യം, അത്തരത്തിൽ അത്ഭുതപ്പെട്ടതായ ഒരു സമയം വന്നു ചേരാം. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, സ്വന്തം കാര്യങ്ങൾ കൂടി പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് അതിന് സാധിക്കുക കൂടി ചെയ്യും. ഈ സമയം ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ അനിവാര്യമാണ്. അമിതമായ ടെൻഷൻ നിങ്ങൾക്കുണ്ട്, അത് ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. പലരും നിങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചാൽ പോലും
അതിനവർക്ക് സാധിക്കില്ല. ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ആ ഇരുണ്ട കാലം മാറി നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. എന്താണോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ എനർജി ജീവിതത്തിൽ പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. വളരെ കാലമായി നടക്കില്ല എന്ന് വിചാരിച്ച് മാറ്റിവെച്ച കാര്യങ്ങൾ നടക്കുന്നതായ സാഹചര്യം, ജോലി അല്ലെങ്കിൽ പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമാകാം. അല്ലെങ്കിൽ അർഹതപ്പെട്ടതായ തുക, ചില ആനുകൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വളരെ ശുഭവാർത്തകൾ അല്ലെങ്കിൽ മാനസികമായി തളർത്തിയിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുക, അത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷം നൽകുന്ന വാർത്ത കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു വിരാമം സംഭവിക്കുന്നതായ സാഹചര്യം വന്നു ചേരുകയാണ്. ഈ സമയം ചില കാര്യങ്ങളുടെ തുടക്കമാകാൻ പോകുന്നു എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ജീവിതത്തിൽ എന്താണോ നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഈ സമയം നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈ സമയം ഈ ശുഭകാര്യങ്ങൾ വന്നു ചേരുമ്പോൾ അത് കൃത്യതയോടെ വിനിയോഗിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അപ്രതീക്ഷിതമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. ഈ സമയം ധൈര്യപൂർവ്വം തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് ചിലത് അനുകൂലമാകും. ചില കാര്യങ്ങൾ ഈ മാസത്തിനപ്പുറം ചില കാര്യങ്ങൾ പ്രധാനമായും അനുകൂലമാകുന്ന സാഹചര്യങ്ങളും കടന്നു വരാം.